ശ്രീ അനിൽകുമാർ, ഇവിടെ ഇപ്പോൾ രണ്ടുപേരും ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്നിപ്പോൾ ഈ റെമിറ്റൻസ് കൂടി എടുക്കുകയാണെങ്കിൽ കേരളം പ്രതിശീർഷ വരുമാനത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമായി മാറും. അപ്പോൾ ഇവിടെ കൺസംഷൻ നടക്കുന്നുണ്ട്, നല്ല തോതിൽ ഉപഭോഗം നടക്കുന്നുണ്ട്. സ്വാഭാവികമായും സർക്കാരിന് ടാക്സ് കിട്ടേണ്ടതാണ്. ആ നികുതി വരുമാനം ഉയർന്നിട്ടുണ്ട് തൊട്ട് വർഷങ്ങളെ അപേക്ഷിച്ച്. കഴിഞ്ഞ 1-2 വർഷം എടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷവും ഉയർന്നു വരുന്നുണ്ട്. നികുതി വരുമാനത്തിൽ ഉയർച്ചയില്ല എന്നല്ല, പക്ഷേ അവിടെ ഒരു 30,000 കോടിയുടെയെങ്കിലും ഗ്യാപ്പ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു സാമ്പത്തിക വിദഗ്ധർ കൂടിയായിട്ടുള്ള പാനലിസ്റ്റുകൾ. ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക, അതായത് കിട്ടാനുള്ള നികുതി, ഞാൻ പറഞ്ഞത് കുടിശ്ശികയായി കിടക്കുന്നത് പോലുമല്ല, നികുതി ശരിയാവണ്ണം പിരിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ തോതിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കേരളത്തിലെ തന്നെ വിശ്രുത സാമ്പത്തിക വിദഗ്ധർ KP കണ്ണൻ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചു. താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു വിഷയവും അവിടെ അഡ്രസ് ചെയ്യാൻ ഉണ്ട് എന്നിരിക്കെ അത് കാണാതെ ഈ കേന്ദ്ര വിരുദ്ധ റെട്ടറിക്കും പിന്നെ പ്രവാസി മലയാളികളും മറ്റുള്ള ആളുകളും ഒക്കെ സ്വകാര്യ മൂലധനം നിക്ഷേപിച്ചോളും എന്ന സൊല്യൂഷനിലും അഭിരമിച്ചാൽ എങ്ങനെ ശരിയാവും? ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. കാരണം 2 ദിവസം മുമ്പാണ് നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് പ്രസംഗം കേട്ടത്. അവരുടെ കണക്ക് ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ GST നികുതി പിരിവ്, ആകെ നികുതി പിരിവ് 23 ലക്ഷം കോടി രൂപയാണ്. 23.10 ലക്ഷം കോടി രൂപയാണ് അവരുടെ നികുതി പിരിവ്. ആകെ ചെലവ് 46 ലക്ഷം കോടി രൂപ വരും. ഈ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യുന്നത്? മറ്റ് വരുമാനം, കുറച്ച് വരുമാനം ഉണ്ടെങ്കിൽ 30 ഞങ്ങൾ എത്തും, ബാക്കിയാണ് ഞങ്ങൾ കടം വാങ്ങിക്കേണ്ടതെന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്. നിർമ്മല സീതാരാമൻ്റെ ധനക്കമ്മി കഴിഞ്ഞ കൊല്ലം 6.4, അത് 5.8 ആക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഈ ധനക്കമ്മി പരിഹരിക്കാൻ കടമെടുക്കല്ലേ? എത്ര ശതമാനം കടമെടുക്കുന്നത്? ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ GDPയുടെ 83% കേന്ദ്ര ഗവൺമെൻറ് കടമാണ്. 156 ലക്ഷം കോടി രൂപ. ഒരു മാസം 1.5 ലക്ഷം കോടി രൂപ നിർമ്മല സീതാരാമന് കടമെടുക്കുമ്പോൾ രാജ്യം മുടിയില്ലേ? കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്ത പോലെ ശ്രീലങ്കയുടെ അനുഭവം ഉണ്ടാവില്ലേ? 86% കേന്ദ്രത്തിൻ്റെ കടം. അപ്പോൾ കേന്ദ്രം കടം ഞങ്ങൾ ഇഷ്ടം പോലെ എടുക്കും. പിന്നെ ഞങ്ങൾ പൊതുമേഖല വിൽക്കുന്നുണ്ട്, ഞങ്ങൾ ദേശീയപാത ടോൾ ഏർപ്പെടുത്തുന്നുണ്ട്, എന്നിട്ട് അദാനിക്ക് ഇത് വിൽക്കും, വിമാനത്താവളം വിൽക്കും, ആ കാശ് ഞങ്ങൾ അടിച്ചെടുക്കും. ഇതൊന്നും ചെയ്യാത്തൊരു കേരളത്തിനെതിരായിട്ടാണ് നിങ്ങൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നിർത്തിയോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കാൻ എന്ത് വേണം? നിയമനം നിരോധിക്കണം, സ്കൂള് പൂട്ടണം, ആശുപത്രി പൂട്ടണം. അത് കേരളത്തിൽ പറ്റത്തില്ല. കേരള സർക്കാരിന്റെ വഴി അതല്ല, ഞങ്ങളുടെ പ്രയോറിറ്റി അതല്ല. അപ്പൊ കേന്ദ്രം ചെയ്യാനല്ല അനിൽകുമാർ. ചെലവ് ചുരുക്കണമെന്നോ നിയമനങ്ങളും മറ്റു കാര്യങ്ങളും സർക്കാർ ചെലവുകളും ഒക്കെ അവസാനിപ്പിക്കണമെന്നോ അല്ലല്ലോ, റവന്യൂ കൂട്ടാമല്ലോ. റവന്യൂ കൂടിയാൽ ഈ പറയുന്ന കമ്മി ഇല്ലാതാവുമല്ലോ. അതിനുത്തരം പറയാം. നിർമ്മല സീതാരാമൻ ഒരു 6 മാസമല്ല 3 മാസം മുമ്പ് ഇൻകം ടാക്സ് ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് എറണാകുളത്ത് വന്നു. എറണാകുളത്ത് വന്നപ്പോൾ നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഏറ്റവും മെച്ചപ്പെട്ട നികുതി പിരിവ് കേരളത്തിലാണ്. ഞാൻ ആ പ്രസംഗം എടുത്ത് കേൾപ്പിക്കാം. കാരണം എന്താണ്? നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഏറ്റവും മെച്ചപ്പെട്ടതാണ്. ഒന്നാമത് സെൻട്രൽ ഗവൺമെന്റിനെയാണ് GST. അവരല്ലേ അതിന്റെ കേന്ദ്രീകൃത സംവിധാനം ഉണ്ടാക്കിയത്. സെൻട്രൽ ഗവൺമെന്റ് ഈ GST റിജിം ആരംഭിച്ചപ്പോൾ തന്നെ കൃത്യമാക്കിയിട്ടാണോ ഇറക്കിയത്? അല്ലല്ല. അതിൻ്റെ മാർഗനിർദ്ദേശമൊക്കെ നടപ്പായി വന്നപ്പോൾ കോവിഡ്, പിന്നെ കുറേ പ്രശ്നങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പാളത്തിലേക്ക് കയറിയപ്പോൾ ഇന്ന് കേരളമാണ് ഏറ്റവും മെച്ചപ്പെട്ട GST പിരിവുള്ളൊരു സ്റ്റേറ്റ്. ബഹുമാനപ്പെട്ട ശബരിനാഥും ബഹുമാനപ്പെട്ട CP ജോണും ചൂണ്ടിക്കാണിക്കുന്ന പോലെ അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇപ്പോൾ ഒരു മെക്കാനിസം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സർക്കാർ ജീവനക്കാരിൽ ഈ നികുതി പിരിവിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. പക്ഷെ അവരിപ്പോൾ ഒരു സിസ്റ്റമായിട്ട് കുറെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിന്റെ ഗുണം വന്നിട്ടുണ്ട്. ഇവര് പറയുന്ന പോലെ 25,000 കോടി കൂടി നികുതി പിരിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ അല്പ സംശയമുണ്ട്. കാരണം എന്താണ്? നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു വളർച്ചാ നിരക്കുണ്ടല്ലോ, ആ നിരക്ക് നികുതി പിരിവുമായിട്ടൊക്കെ ബന്ധമുണ്ടല്ലോ, ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ. കുറവുകൾ കണ്ടേക്കാം, കുറവുകൾ ഒരു പ്രതിപക്ഷ വിമർശന നിലയ്ക്ക് കുറവൊന്നുമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളൊന്ന് നോക്കിയേ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ബഹുമാനപ്പെട്ട CP ജോൺ നേതൃത്വം കൊടുത്തുണ്ടാക്കിയ ബഡ്ജറ്റ്, അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് 78,689 കോടി രൂപയുടെ പ്ലാനായിരുന്നു. ഇപ്പോ ഈ ഗവൺമെന്റിന്റെ പ്ലാൻ എത്രയാണ്? ഈ ഗവൺമെന്റ് പ്ലാൻ കൊണ്ട് കിട്ടിയിരിക്കുന്നത് 184,327 ഇപ്പൊ അവസാനിക്കാൻ പോകുന്ന വർഷത്തെ പ്ലാൻ 168,470. എത്രയാണ്? 78 നിന്നും 168 മാർച്ച് 30 7.5 കൊല്ലം കൊണ്ടാണെന്ന് ആലോചിച്ചോ. ചെറിയ ഗ്രോത്ത് ആണോ? ഈ ഗ്രോത്തിനിടയ്ക്ക് കേന്ദ്രം കേരളത്തിന് തരുന്ന പണത്തിന് കുറവ് വന്നതിന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്താലും ഞാൻ പറയുന്ന 3 പോയിന്റ് ആൻസർ ചെയ്യണം. ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്,
കേരളത്തിന്റെ വിഷമം എന്താ? നമ്മൾ വളർന്നുപോയി. നിങ്ങൾ വളർന്നു പോയപ്പോൾ നിങ്ങൾക്ക് 8 അടി പൊക്കമുണ്ട്. 8 അടി പൊക്കം ഉണ്ടെങ്കിൽ 7 അടി പൊക്കമുള്ളവരെ എടുക്കുള്ളൂ നിങ്ങളുടെ സർവീസിൽ. അപ്പോൾ 1 അടി പൊക്കം കൂടിയോണ്ട് നിങ്ങൾ പുറത്തായി. നിങ്ങൾ വളർന്നു പോയത് കൊണ്ട് ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, വൃത്തിയുടെ കാര്യം, അതുപോലെ തന്നെ മറ്റ് വീടിന്റെ കാര്യം, വെളിയുടെ വിസർജന കാര്യം, ഈ കാര്യങ്ങളിലെല്ലാം കേരളം എന്ന് പറയുന്നത് തള്ളപ്പെടുക. പിന്നെ ജനസംഖ്യ കുറഞ്ഞു. അതുകൊണ്ട് കേരളത്തിന് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡം സംസ്ഥാന ഗവൺമെന്റിന് ഡ്രാസ്റ്റിക് എതിരാണ്. അങ്ങനെ ഒരു മാനദണ്ഡം ഉണ്ടാക്കിയാൽ നമ്മൾ സഹിക്കും. അപ്പൊ എന്ത് വേണം? പകരം തരണം. ഈ മാനദണ്ഡം നിങ്ങൾക്കെതിരാണ്, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ഈ മോദി വന്നപ്പോൾ ചെയ്തൊരു പണി എന്താണെന്നറിയോ? നിങ്ങൾ ഈ സെസ് പിരിക്കാൻ തുടങ്ങി. അതായത് 41% ഡിവിസിബിൾ പൂളിലാണ് നികുതി. 100 രൂപ നികുതി പിരിച്ചാൽ 41 രൂപ സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം. മോദി വന്നിട്ടൊരു സൂത്രം കാണിച്ചു. 13-14% സെസ്സാണ്. പണ്ട് 13% ഗവൺമെന്റ് ടാക്സ് സെസ്സാണ്. അത് ഇൻഡിവിസിബിൾ ആണ്. സംസ്ഥാനങ്ങളോട് പങ്കിടണ്ട. നമ്മുടെ വരുമാനം കുറഞ്ഞു. മൂന്നാമത്തെ കാര്യം, കേന്ദ്ര പദ്ധതിക്ക് 75%, 25% സംസ്ഥാന ഗവൺമെന്റ്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ കാണിക്കുന്നത് എന്താണ്? 60% തരുള്ളൂ, 40% സംസ്ഥാനം വെക്കണം. അതിനേക്കാൾ ഇപ്പോൾ അവസാനം ഭാരം വെച്ചിരിക്കുന്നത് എന്താണ്? സംസ്ഥാനം മുഴുവൻ ചെലവും ചെയ്തതിനു ശേഷം കേന്ദ്രത്തിലേക്ക് ആവശ്യപ്പെട്ടാൽ ഞങ്ങളുടെ വീതം തരാം. അപ്പോൾ എന്താ പ്രശ്നം? ബഡ്ജറ്റിൽ അതിന് പൈസ മാറ്റി വെക്കണം. ബഡ്ജറ്റ് പൈസ മാറ്റി വെച്ചാൽ സംസ്ഥാന ബഡ്ജറ്റ് കുറയും. ഇവിടെ ബഹുമാനപ്പെട്ട CP ജോൺ ചോദിച്ച പോലെ സംസ്ഥാനത്തിന്റെ പ്ലാൻ സൈസ് കുറയ്ക്കണം. എന്താ കാരണം? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പൈസ മാറ്റി വെക്കണം. പറ്റത്തില്ല. നിങ്ങൾ വായ്പ എടുത്താലോ അത് നിങ്ങളുടെ കടത്തിൽപ്പെടുത്തും. ശ്വാസം വിടാൻ സമ്മതിക്കില്ല. ഇവിടെ പോയിന്റ് ഇത്രേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നടപ്പാക്കാൻ ഒരു കൊല്ലം എത്ര കോടി രൂപ വേണം? സംസ്ഥാന ഗവൺമെന്റ് അഡ്വാൻസ് ചെയ്തു. നിങ്ങൾ അഡ്വാൻസ് ചെയ്തിട്ട് വർഷാവസാനം സെറ്റിൽ ചെയ്താൽ മതി. സോ വി ക്യാൻ സെറ്റിൽ. നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. അങ്ങനല്ലേ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത്? അന്തസ്സായിട്ട് മോദിക്ക് ചെയ്യാൻ തയ്യാറാണോ? 2, നിങ്ങൾ വിഹിതം 75 എന്നുള്ള 60 വെട്ടിക്കുറച്ചു. പിൻവലിക്കാൻ മോദി തയ്യാറാണോ? മൂന്നാമത്തെ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാരിന് ധന ഉത്തരവാദിത്ത നിയമപ്രകാരം 3% എടുക്കാം. GDP-യുടെ 3% എടുക്കാം. തൽക്കാലം എടുക്ക്. 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് കിബി അടക്കമുള്ള കാര്യങ്ങൾ ഇനി നിയന്ത്രണം ഉണ്ടാവും. പറഞ്ഞു. നമുക്ക് പ്ലാൻ ഉണ്ടാക്കാമല്ലോ. ഇതെന്താ പാകിസ്ഥാന്റെ കീഴിലൊരു രാജ്യമാണോ കേരളം? അല്ലല്ലോ. ഇന്ത്യയിലെ സംസ്ഥാനമല്ലേ. സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ധാരണ ഉണ്ടാക്കിയ പോരെ. കേന്ദ്രം പറയണം ഇങ്ങനെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്ന ഒരു 3 കൊല്ലം കഴിഞ്ഞ് നടക്കൂല. കോവിഡ് കഴിഞ്ഞു, പ്രളയം കഴിഞ്ഞു, കേരളം ദുരിതത്തിലായിരുന്നു. ശരി, ഒരു 3 കൊല്ലക്കാലം കഴിഞ്ഞാൽ ഇനി രക്ഷയില്ല. അതുകൊണ്ട് 3 കൊല്ലക്കാലം കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് വാക്ക് കൊടുത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബാലഗോപാല് അദ്ദേഹത്തിന്റെ ആദ്യ ബഡ്ജറ്റിൽ 3.86 ആണ് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് നമ്മുടെ ധനക്കമ്മി. ഇപ്പൊ എത്രയാണ്? 3.6 ഉള്ളൂ. നിർമ്മല സീതാരാമൻ 6.4 നിന്നും 5.8 ആക്കാൻ നോക്കുന്നുള്ളൂ. നമ്മൾ 5.8 ഒന്നുമല്ല, 3.6 ഇപ്പോൾ ഉള്ളൂ. നമ്മൾ ദൃഢീകരിക്കപ്പെട്ടിരിക്കുന്നു. ശരി.